നമ്മുടെ രാജ്യത്ത് പല സംഭവങ്ങളുടെ പേരിൽ ആളുകളെ ഹീനമായി ആക്രമിക്കുന്ന രീതികൾ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, പശുവിൻ്റെ പേരിൽ, അങ്ങനെ പലതിൻ്റെയും പേരിൽ ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഹീനമായ സംഭവങ്ങൾ രാജ്യത്തുണ്ടാകുന്നു. ആ ഘട്ടത്തിലും അതിനെതിരെ പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നില്ല. മതനിരപേക്ഷത എപ്പോഴും കടുത്ത ഭീഷണി നേരിടുന്ന അവസ്ഥയുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി ഭരണഘടനയെ തന്നെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം ഒരു ഘട്ടത്തിലും മതാടിസ്ഥാനത്തിലുള്ളതല്ല. മതനിരപേക്ഷമായ ഒരു രാഷ്ട്രത്തിൽ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം ആലോചിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അതിൻ്റേതായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ വലിയ തോതിൽ പോർലേൽപ്പിക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു. കടുത്ത ഭീഷണി മതനിരപേക്ഷത നേരിടുന്നു. ആരിൽ നിന്നാണ് മതനിരപേക്ഷത ഭീഷണി നേരിടുന്നത്? ഇത് ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. കൂടുതൽ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അനേകം ഭാഷയും വ്യത്യസ്ത മതങ്ങളും എണ്ണിയാലൊടുങ്ങാത്തത്ര ജാതികളും വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം. എന്നാൽ അതെല്ലാം ഏകോപിതമായി നാനാത്വത്തിൽ ഏകത്വമെന്ന തത്വമുയർത്തിക്കൊണ്ട് നമുക്ക് യോജിച്ചു പോകാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം മതനിരപേക്ഷതയാണ്. നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം. എല്ലാ വിശ്വാസികൾക്കും അതിൻ്റേതായ പൂർണ്ണമായ അവകാശം, അതിനുള്ള സ്വാതന്ത്ര്യം, ഇതാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനാവും. ഇനി ഏതെങ്കിലും ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലേ, അവർക്ക് അങ്ങനെയും ജീവിക്കാം. ഇത്ര വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണഘടനക്കുള്ളത്. അതാണ് മതനിരപേക്ഷതയുടെ പൊരുൾ. ആ മതനിരപേക്ഷത എല്ലാ ഘട്ടത്തിലും ആക്രമിക്കപ്പെടുന്നത് വർഗീയ ശക്തികളിൽ നിന്നാണ്. നേരത്തെ മതനിരപേക്ഷതയല്ല വേണ്ടത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ് വേണ്ടത് എന്ന് പറഞ്ഞത് വർഗീയതയായിരുന്നു, വർഗീയ ശക്തിയായിരുന്നു. അന്ന് സംഘപരിവാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു. RSS ആ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇവരെല്ലാം ഭൂരിപക്ഷ വർഗീയതയാണെന്ന് നമുക്കറിയാം. ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല ഈ നിലപാട് സ്വീകരിച്ചത്. ആ കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി, അവരും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ രാഷ്ട്രം മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്നാണ് അവരും ആഗ്രഹിച്ചത്. അപ്പോൾ നാം കാണേണ്ടത് മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായി നിൽക്കുന്നത് വർഗീയതയാണ്. വർഗീയതയെ ശക്തമായി എതിരിടാൻ നമുക്ക് കഴിയണം. വിവിധ തരത്തിൽ വർഗീയതയ്ക്ക് മാന്യത കൽപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ ചിലർ ശ്രമിക്കുമ്പോൾ ഇത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക്
കടുത്ത പോറൽ വർഗീയ ശക്തികൾ ഏൽപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ശക്തമായി അണിനിരക്കേണ്ടത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വിഭാഗങ്ങൾ തന്നെയാണ്. ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇടതുപക്ഷക്കാരായാലും അവർക്ക് എല്ലാ തരത്തിലും അഭിമാനിക്കാവുന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. CPIM എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനായി അണിനിരന്നിട്ടുണ്ട്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു നിലയാണ് സ്വീകരിച്ചത് എന്ന് നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചില പാർട്ടികൾക്ക് അവകാശപ്പെടാൻ കഴിയുമോ? ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നല്ലോ കോൺഗ്രസ്. ഇപ്പോൾ വല്ലാതെ ശോഷിച്ചു പോയെങ്കിലും നേരത്തെ രാജ്യമാകെ നിറഞ്ഞു നിന്നവരായിരുന്നല്ലോ. എന്താണ് അവർ സ്വീകരിച്ച നിലപാട്? കോൺഗ്രസ്സിനകത്ത് നേരത്തെ തന്നെ ഒരു വിഭാഗം സംഘപരിവാർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിച്ചവരായിരുന്നു. പല ഘട്ടങ്ങളിൽ അത്തരം നിലപാടുകൾ വലിയ ദൗർബല്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു കാട്ടാൻ കഴിയും. അവരെ എതിർക്കേണ്ടതിനെ എതിർക്കാൻ തയ്യാറായില്ല. വർഗീയതയെ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ശക്തമായി എതിർക്കുന്നതിന് പകരം വർഗീയതയുമായി സമരസപ്പെടാൻ ശ്രമിച്ചു. ഒരുപാട് സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ അതെല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. എങ്കിലും ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കാതെ ആ വർഗീയ ശക്തി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്ത് അതുമായി സമരസപ്പെടുന്ന നിലപാടാണ് സ്വീകരിച്ചു പോയത്. ഈ ഏറ്റവും ഒടുവിൽ നടന്ന കാര്യത്തിലടക്കം അത് കാണാൻ നമുക്ക് കഴിയും.